നമസ്കാരം. ബോക്സ് ഓഫീസിൽ മലയാള സിനിമ പൊലിമയോടെ നിന്നുപോയ വർഷം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഹിറ്റുകൾ പിറന്ന വർഷമായിരുന്നു 2016. 120ഓളം ചിത്രങ്ങളാണ് 2016 തിയേറ്ററുകളിലെത്തിയത്. നിരവധി കൊമേഴ്ഷ്യൽ ചിത്രങ്ങൾ സാമ്പത്തിക വിജയം കൈവരിച്ചതും മികച്ച ചില സമാന്തര സിനിമകൾ തിയേറ്ററിലെത്തിയതും ഈ വർഷമായിരുന്നു. അന്യഭാഷാ ചിത്രങ്ങളെയും ഇരുകൈയും നീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത്. സംഗീത സംവിധായകൻ എം ജയചന്ദ്രനെ തേടി ദേശീയ പുരസ്കാരം എത്തിയതും ജയസൂര്യ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറി പ്രത്യേക പരാമർശം നേടിയതും 2016 മാത്രമല്ല, സിനിമ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിവാഹങ്ങളും വിവാഹമോചനങ്ങളും നടന്ന വർഷവും. ദിലീപ് കാവ്യ വിവാഹമാണ് 2016 ഏറെ ചർച്ച ചെയ്യപ്പെട്ട താരവിവാഹം. കൂടാതെ ഒന്നിനു പിന്നാലെ ഒന്നെന്ന നിലയിലെത്തുന്ന പ്രിയപ്പെട്ടവരുടെ മരണവാർത്തകളുടെ ആഘാതത്തിലാണ് മലയാള സിനിമാ ലോകം ഇന്നും. 2016 മലയാളത്തിന് നഷ്ടങ്ങളുടെ വർഷമാണ്. ക്ഷണനേരം കൊണ്ട് നക്ഷത്രശോഭ മാഞ്ഞ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർ നിരവധിയാണ്. 2016 മരണം കലാകാരന്മാരെ മാത്രം പിന്തുടരുകയാണോ എന്ന് പോലും തോന്നിപ്പോയിരുന്നു. മലയാളികൾ ഞെട്ടലോടെ കേട്ട മരണവാർത്തയായിരുന്നു നടി കൽപ്പനയുടേത്. 2016 ആരംഭത്തിലാണ് കൽപ്പന എന്ന കലാകാരി മലയാളികളെ വിട്ടുപിരിയുന്നത്. 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച കൽപ്പനയുടെ അവസാന ചിത്രം ചാർലി ആയിരുന്നു. സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ മകൾ ഷാൻ ജോൺസന്റെ അകാല മരണത്തിൽ സിനിമാ ലോകം നടുങ്ങി. അച്ഛനും അനിയനും പിന്നാലെ ഷാൻ നിന്ന് പൊടുന്നനെ അപ്രത്യക്ഷമായപ്പോൾ ആ അമ്മയ്ക്കൊപ്പം മലയാളക്കര ഒന്നാകെ തേങ്ങി. മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള അസോസിയേറ്റ് ഡയറക്ടർമാരിൽ ഒരാളായിരുന്ന സജി പരവൂർ മാർച്ച് 8-നാണ് അന്തരിച്ചത്. മലയാള സിനിമയെ മറ്റൊരു തലത്തിലെത്തിച്ച സംവിധായകനായിരുന്നു രാജേഷ് പിള്ള. ഫെബ്രുവരി 27-നായിരുന്നു മരണം. ട്രാഫിക് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ സ്വന്തമായ ഒരു സ്ഥാനം നേടിയെടുത്ത സംവിധായകൻ. മലയാള സിനിമയുടെ തീരാ നഷ്ടമാണ് നടൻ കലാഭവൻ മണി. കരൾ രോഗം മൂർച്ഛിച്ച് മണിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മാർച്ച് 6-ന് ആ അതുല്യ പ്രതിഭ ഓർമ്മയായി. മലയാള സിനിമയിൽ ഒരാൾക്കും നൽകിയിട്ടില്ലാത്ത യാത്രയപ്പായിരുന്നു മലയാളി പ്രേക്ഷകർ മണിക്ക് നൽകിയത്. ആ നാടൻ പാട്ടുകളും അഭിനയകാര്യത്തിൽ ഉയർക്കൊണ്ട കഥാപാത്രങ്ങളും മണിക്കു വേണ്ടി അനശ്വരമായി ജീവിക്കുന്നു. പഴയകാല നടൻ രാഘവന്റെ മകനും ചലച്ചിത്ര താരവുമായ ജിഷ്ണു രാഘവൻ മാർച്ച് 25-നാണ് അന്തരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കൽപ്പനയിൽ നിന്നു തുടങ്ങി ജഗന്നാഥ് വർമ്മയിലെത്തിയ മലയാളികളുടെ സിനിമാ നഷ്ടങ്ങൾ. മലയാളികളുടെ ഓർമ്മയിൽ അവർ എന്നും ജീവിക്കും. 13 സിനിമകളാണ് ജനുവരിയിൽ തിയേറ്ററിലെത്തിയത്. അതിൽ ശ്രദ്ധിക്കപ്പെട്ടത് കുറച്ചു മാത്രമാണ്. എടുത്തു പറയേണ്ടത് ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രം പാവാടയും അബി വർഗീസിന്റെ ആദ്യ ചിത്രം ഫഹദ് നായകനായെത്തിയ മൺസൂൺ മാംഗോസുമാണ്. മാർത്താണ്ഡത്തിന്റെ മുൻ ചിത്രങ്ങളെക്കാൾ വിജയം നേടിയിരുന്നു പാവാട. അതുപോലെ ഫഹദ് എന്ന നടനെ വീണ്ടെടുത്ത ചിത്രമാണ് മൺസൂൺ മാംഗോസ്. ഫെബ്രുവരിയിലാണ് വിജയങ്ങളിലൊന്നായ എബ്രിഡ് ഷൈന്റെ നിവിൻ പോളി ചിത്രം ആക്ഷൻ ഹീറോ ബിജു എത്തിയത്. അവതരണം കൊണ്ട് വ്യത്യസ്തമായ ഒരു സൃഷ്ടിയായി ബിജു മാറി. തൊട്ടുപുറകെ മഹേഷിന്റെ പ്രതികാരം കൂടി എത്തിയപ്പോൾ അത് മലയാളികൾക്ക് ഇരട്ടി മധുരമായി മാറി. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ചിത്രം നടൻ എന്ന നിലയിൽ ഫഹദിന്റെ റേഞ്ച് മറ്റു യുവ നടന്മാരെക്കാൾ എത്ര ഉയരത്തിലാണെന്ന് തെളിയിച്ചു. ചിത്രത്തിൽ ബേബി ചേട്ടനായി എത്തിയ അലൻസിയർ എന്ന നടൻ മലയാളികളുടെ മനസ്സിൽ ഒരിടം പിടിച്ചു. സാജൻ സംവിധാനം ചെയ്ത പുതിയ നിയമം മികച്ച സൃഷ്ടിയും വാണിജ്യ വിജയവുമായിരുന്നു. മലയാളത്തിന് നഷ്ടമായ സംവിധായകൻ രാജേഷ് പിള്ള മഞ്ജു വാര്യരെയും കുഞ്ചാക്കോ ബോബനെയും ഇന്ദ്രജിത്തിനെയും പ്രധാന വേഷത്തിലെത്തിച്ച ചിത്രമാണ് വേട്ട. മികച്ച സംവിധാനം എന്ന് പറയാമെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ജിജോ ആന്റണി സംവിധാനം നിർവഹിച്ച ഡാർവിന്റെ പരിണാമം വ്യത്യസ്തമായ പ്രമേയമുള്ള സിനിമയായിരുന്നു. സമീർ താഹിർ ഒരുക്കിയ ദുൽഖർ സായി പല്ലവി ചിത്രം കലിയും പ്രമേയത്തിൽ രസിപ്പിച്ച ചിത്രമാണ്. ഏപ്രിൽ മാസത്തിൽ സിദ്ദിഖ് കഥയും ലാൽ സംവിധാനവും ചെയ്ത ദിലീപ് ചിത്രം കിങ് ലെയർ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. വിനീത് ശ്രീനിവാസന്റെ നിവിൻ പോളി ചിത്രം എന്നതിലുപരി രഞ്ജി പണിക്കർ എന്ന നടനെ ഉപയോഗിച്ച ചിത്രമാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം. രഞ്ജിത്ത് എന്ന സംവിധായകനിലും ഉണ്ണിയാർ എന്ന കഥാകൃത്തിലും പ്രതീക്ഷയർപ്പിച്ചെത്തിയ ബിജു മേനോൻ ചിത്രമായിരുന്നു ലീല. ചിത്രത്തിൽ വിജയരാഘവന്റെ പ്രകടനം പ്രേക്ഷക മനസ്സിൽ ഇന്നും ബാക്കി നിൽക്കുന്നുണ്ട്. സസ്പെൻസ് നിലനിർത്താൻ ശ്രമിച്ച ചിത്രം തരക്കേടില്ലായിരുന്നു. മെയ് മാസത്തിൽ ആദ്യം എത്തിയത് സുജിത് വാസുദേവ് ആദ്യമായി ഒരുക്കിയ പൃഥ്വിരാജ് ചിത്രം ജെയിംസ് ആൻഡ് ആലീസ് ആയിരുന്നു. പ്രണയവും മരണവും തത്വചിന്തയും എല്ലാം അടങ്ങിയ ചിത്രം
പ്രേക്ഷകന് മോശമില്ലാത്ത ഒരു അനുഭവമായിരുന്നു. 2016 സർപ്രൈസ് ഹിറ്റാണ് ഒമർ സംവിധാനം ചെയ്ത ഹാപ്പി വെഡിങ്. മലയാള സിനിമയിലേക്ക് ഒരുപാട് നല്ല നടന്മാരെ നൽകിയതിനൊപ്പം പ്രേക്ഷകരെ ചിരിപ്പിച്ചിരുത്താനും ഒമറിന് കഴിഞ്ഞു. വാണിജ്യപരമായി ജയറാമിന്റെ കണ്ണൻ താമരക്കുളം ചിത്രം ആടുപുലിയാട്ടവും ശ്രദ്ധിക്കപ്പെട്ടു. കാമ്പുള്ള കഥയും അവതരണവും കൊണ്ട് ശ്രദ്ധേയമായ സിനിമയാണ് രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടം. ദുൽഖർ നായകനായ ചിത്രത്തിൽ പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് വിനായകനും ബാലൻ ചേട്ടനായെത്തിയ മണികണ്ഠനുമായിരുന്നു. ജൂൺ മാസത്തിൽ ആദ്യമെത്തിയത് സനൽകുമാർ ശശിധരന്റെ ഉണ്ണിയാർ എഴുതിയ ഒഴിവു ദിവസത്തെ കളിയാണ്. അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമ. ജൂലൈയിലെത്തിയ കരിങ്കുന്നം സിക്സസ്, ഷാജഹാനും പരീക്കുട്ടിയും, കസബയും ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും വേണ്ടത്ര വിജയമുണ്ടായില്ല. പക്ഷേ ലളിതമായി എത്തിയ അനുരാഗ കരിക്കിൻ വെള്ളം പ്രേക്ഷകർക്ക് ആശ്വാസമായിരുന്നു. മമ്മൂട്ടിയുടെ വൈറ്റ് കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ഷാനവാസ് വാഹക്കുട്ടിയുടെ കിസ്മത്ത് ശക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു. ഷൈൻ നിഗം എന്ന നടനും പ്രതീക്ഷ നൽകി. പുറകെ ഓഗസ്റ്റിലെത്തിയ ടോവിനോ ചിത്രം ഗപ്പിയും നല്ല സിനിമകളുടെ കൂട്ടത്തിലായിരുന്നു. മിഥുൻ മാനുവർ തോമസിന്റെ ആൻമറിയ കലിപ്പിലാണ് മികച്ച വിജയം നേടി. ഇടി, പ്രേതം എന്നിങ്ങനെ ജയസൂര്യയുടെ 2 ചിത്രങ്ങൾ ഒരുമിച്ച് തിയേറ്ററിലെത്തി. പ്രേതം പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു. അടൂരിന്റെ പിന്നെയും ഏറെ പ്രതീക്ഷിച്ചിരുത്തിയ ചിത്രമായിരുന്നു. കാവ്യമാധവന്റെ അഭിനയത്തിനപ്പുറത്ത് ചിത്രത്തിൽ മറ്റൊന്നും പ്രേക്ഷകൻ കണ്ടില്ല. സെപ്റ്റംബറിൽ ജിത്തു ജോസഫിന്റെ പൃഥ്വിരാജ് ചിത്രം ഊഴം തിയേറ്റർ വിജയമായി. ശേഷം മോഹൻലാൽ പ്രിയദർശൻ ചിത്രം ഒപ്പവും മികച്ച സാമ്പത്തിക വിജയമായിരുന്നു. ജൂഡ് ആന്റണിയുടെ ഒരു മുത്തശ്ശി കഥ പ്രേക്ഷകർക്ക് നല്ല അനുഭവമായിരുന്നു. ഒക്ടോബറിലാണ് മലയാളത്തിന്റെ 100 കോടി ചിത്രം പുലിമുരുകൻ എത്തിയത്. തിയേറ്ററിൽ ഇപ്പോഴും ആളെ കൂട്ടുകയാണ് വൈശാഖ് ചിത്രം. പീറ്റർ ഹെയ്ന്റെ ആക്ഷനും മോഹൻലാലിന്റെ സാന്നിധ്യവുമാണ് ചിത്രത്തിന്റെ വിജയത്തിന് പിന്നിൽ. മമ്മൂട്ടി ചിത്രം തോപ്പിൽ ജോപ്പനും പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ അനുഭവമാണ് നൽകിയത്. ലിജു തോമസിന്റെ കവി ഉദ്ദേശിച്ചതും കണ്ടിരിക്കാവുന്ന ചിത്രം. വിനീത് ശ്രീനിവാസന്റെ നിർമ്മാണത്തിൽ ഗണേഷ് രാജ് സംവിധാനം ചെയ്ത ആനന്ദം യുവാക്കളെ രസിപ്പിച്ച ചിത്രമാണ്. കോളേജ് കാലത്തിന്റെ അനുഭവം പറഞ്ഞ ചിത്രം അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. നവംബറിൽ നാദർഷ ഒരുക്കിയ കട്ടപ്പനയിലെ ഋതിക് റോഷനും മികച്ച ചിത്രങ്ങളിലൊന്നാണ്. ചിത്രത്തിൽ വിഷ്ണുവും ധർമ്മജനും പ്രേക്ഷകരെ ചിരിപ്പിച്ച് കയ്യിലെടുത്തു. ഡിസംബറിൽ ഇറങ്ങിയ ധ്യാൻ ശ്രീനിവാസന്റെ ഒരേ മുഖവും ഇപ്പോഴും തിയേറ്ററിലാണ്. ന്യൂ ജനറേഷൻ തരംഗം മലയാള സിനിമയുടെ പ്രമേയങ്ങളെയും അവതരണ രീതിയെയുമെല്ലാം പുതിയ ദിശയിലേക്ക് നയിച്ചു. പുത്തൻ പരീക്ഷണങ്ങളും അവതരണ രീതികളും. വരും വർഷങ്ങളിലും ഒത്തിരി നല്ല ചിത്രങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കാം. ഹാപ്പി ന്യൂ ഇയർ.